ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ബേസിക്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ ട്ടോ. ആദ്യ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ? അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ, അക്കൗണ്ടിംഗ് സൈക്കിൾ, ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ്, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ്, അതൊക്കെയായിരുന്നു പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ചാണ്. ദ ഡബിൾ എൻട്രി സിസ്റ്റം ഇസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഡബിൾ എൻട്രി സിസ്റ്റം എന്നാൽ അക്കൗണ്ടിങ്ങിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അക്കോർഡിംഗ് ടു ദി സിസ്റ്റം, എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇതില് ഓരോ ട്രാൻസാക്ഷനും രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഡെബിറ്റ് സൈഡ്, രണ്ട് ക്രെഡിറ്റ് സൈഡ്. For every debit entry, there is a corresponding and equal credit entry. അതായത് ഒരു ഡെബിറ്റിന് എപ്പോഴും ഈക്വൽ ആയ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് നിയമം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, when cash is received from a debtor. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ജേർണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റൂൾസ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ക്യാഷ് അസറ്റ്, ക്യാഷ് അസറ്റ് അല്ലേ? അസറ്റ് എന്ന് വെച്ചാൽ റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് പാർട്ട് കംസ് ഇൻ. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലേ? ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കടക്കാരൻ ആരാണ്? ഒരു മനുഷ്യനല്ലേ? പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിന്റെ റൂൾ എങ്ങനെയായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. ആരാ നമുക്ക് പൈസ തരുന്നത്? ഡെപ്റ്റർ പൈസ തരികയാണ്, ക്രെഡിറ്റ് ദ ഗീവർ. അതുകൊണ്ട് ഡെപ്റ്ററെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്താണ് കേട്ടോ നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഈ ഒരൊറ്റ ട്രാൻസാക്ഷൻ നമുക്ക് രണ്ട് വശങ്ങളുണ്ട്. എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതുപോലെ ഓരോ ഇടപാടുകളും രണ്ട് അക്കൗണ്ടുകളെ ബാധിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ഇടപാടുകൾ, ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് രണ്ട് അക്കൗണ്ടുകളെ, ഏതൊക്കെയാണ് ഇവിടെ? ക്യാഷ് അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്. ഇനി ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ലൂക്ക പാച്ചിയോളി. പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണോന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പേര് ഓർത്തു വെച്ചാൽ മതിയേ. ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകണ്ടല്ലോ. നോൺ ആസ് ദി ഫാദർ ഓഫ് അക്കൗണ്ടിങ്. ഫാദർ ഓഫ് അക്കൗണ്ടിങ് അറിയപ്പെടുന്ന ലൂക്ക പാച്ചിയോളിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ എവറി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അല്ലേ? ഏതൊരു ഡെബിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എൻഷുർ ആക്യുറസി ആൻഡ് ഹെൽപ്സ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാനും നമുക്ക് എന്ത് പറ്റുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റെപ്സ് ആണ്. ഒന്നാമത്തേത് ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ, റെക്കഗ്നൈസ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ദാറ്റ് ഹാസ് ഒക്വേർഡ്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളിൽ ഏതൊക്കെ ഇടപാടുകൾ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തേത് ഡിറ്റർമൈൻ ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ്, ഫൈൻഡ് ഔട്ട് which two accounts are affected. എക്സാമ്പിൾ ക്യാഷ്, സെയിൽസ്, പർച്ചേസ്, ക്യാപിറ്റൽ എക്സെട്ര. അതായത് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതെല്ലാം അക്കൗണ്ടുകളെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ രണ്ട് അക്കൗണ്ടുകളെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഏത് അക്കൗണ്ടുകളെയാണ് ബാധിക്കുന്നതെന്ന് നോക്കണം. ക്യാഷ് ആണോ, സെയിൽസ് ആണോ, പർച്ചേസ് ആണോ, അങ്ങനെ ഏത് അക്കൗണ്ടുകളെ ബാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പാണ് പറയുന്നത് ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ക്ലാസിഫൈ ഈച്ച് അക്കൗണ്ട് ആസ് പേഴ്സണൽ, റിയൽ ഓർ നോമിനൽ. നമ്മൾ അക്കൗണ്ടുകളെ കണ്ടെത്തി അതിനുശേഷം ഓരോ അക്കൗണ്ടും ഏത് ടൈപ്പിൽ പെടുന്നതാണെന്ന് നോക്കുക. അതായത് പേഴ്സണൽ അക്കൗണ്ട് ആണോ, റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ എന്നൊക്കെ നോക്കണം. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. പേഴ്സണൽ എന്ന് വെച്ചാൽ പേഴ്സൺസുമായി ബന്ധപ്പെട്ടത്, റിയൽ എന്ന് വെച്ചാൽ അസറ്റുമായി ബന്ധപ്പെട്ടത്, നോമിനൽ എക്സ്പെൻസ് ഓർ ഇൻകം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നെക്സ്റ്റ് എന്താണ്? ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിന്റെ റൂൾ പഠിച്ചില്ലായിരുന്നോ? പേഴ്സണൽ അക്കൗണ്ടിന് എന്തായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. റിയൽ അക്കൗണ്ട് എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനലിന് എന്തായിരുന്നു? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസ്,
ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഇങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് അപ്ലൈ ചെയ്യുക. അടുത്തത് പറഞ്ഞത് റെക്കോർഡ് ദ എൻട്രീസ് ഇൻ ജേണൽ. അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് പ്രകാരം ഓരോ ട്രാൻസാക്ഷനുകളും ജേണലിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻട്രി ചെയ്യണം. അടുത്തത് പോസ്റ്റ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. പിന്നെ നടക്കുന്നതോ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ജേണലിൽ എൻട്രി ചെയ്ത ശേഷം അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് അതായത് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കണം. അടുത്തത് പറയുന്നത് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് prepare a trial balance to check the arithmetic accuracy of book. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യണം. എപ്പം? ഇയർ എൻഡിൽ കേട്ടോ. എല്ലാം ബാലൻസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെയാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റെപ്സുകളായിട്ട് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇറ്റ് റെഫേഴ്സ് ടു ദി അക്കൗണ്ടിംഗ് ബുക്സ് in which transactions entered into by an organization are initially recorded. Books of original entry എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലെ എല്ലാ ഇടപാടുകളും ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ്. These are the primary books of accounts. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിലാണ്. അതുകൊണ്ട് ഇത് ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്നും ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രി എന്നും പറയുന്നു. പിന്നെ these are also referred to as books of primary entry or books of first entry. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഓരോ ബിസിനസ് ഇടപാടുകളും ആദ്യം ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യണം. പിന്നീട് ഈ വിവരങ്ങളെ എങ്ങോട്ടേക്ക് മാറ്റണം? ലെഡ്ജറിലേക്ക് മാറ്റണം. ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലേ? അതായത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. ഏതൊക്കെ? സ്പെഷ്യൽ ജേണൽ എന്നും ജനറൽ ജേണൽ എന്നും 2 ടൈപ്പ് ആയിട്ടാണ് ഒറിജിനൽ എൻട്രിയെ ക്ലാസിഫൈ ചെയ്തത്. അങ്ങനെ പറയുകയാണെങ്കിൽ ജേണലും കുറച്ച് സബ്സിഡറി ബുക്കുകളും ചേർന്നതാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അടുത്തത് നമ്മൾ നോക്കുന്നത് ജേണലാണ്. ഇറ്റ് ഈസ് ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ബിസിനസ്സിൽ സംഭവിക്കുന്ന ഓരോ ഇടപാടുകളും തീയതി ക്രമത്തിൽ ജേണലിൽ രേഖപ്പെടുത്തുന്നു. അതാണ് എന്ത്? ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതായത് സംഭവിക്കുന്ന അതേ തീയതികളിൽ രേഖപ്പെടുത്തുന്നു. ഓരോ ഇടപാടും ഡെബിറ്റും ക്രെഡിറ്റും കാണിച്ച് രേഖപ്പെടുത്തും. The word journal means a daily record. അല്ലേ? ജേണൽ എന്ന് വെച്ചാൽ എന്താണ്? ജേണലിന്റെ ആ വേർഡിന്റെ മീനിങ് ഡെയിലി റെക്കോർഡ് അല്ലേ? അതുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ? നമ്മൾ അതാത് നടക്കുന്ന സംഭവങ്ങൾ അതാത് തീയതികളിൽ രേഖപ്പെടുത്തുന്നു. The journal is derived from French word jour means a day. ജേണൽ എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ഫ്രഞ്ച് വേർഡ് ജോർ. ജോറിന്റെ മീനിങ് എന്താണ്? എ ഡേ എന്നാണ്. ഇനി ദിസ് ബുക്ക് ഓൾസോ റിഫർ ടു ആസ് എ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി. അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ജേണലിനെയാണ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഇനി ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻസ് ഇൻ എ ജേണൽ എന്ന് പറയുന്നതാണ് ജേണലൈസിംഗ്. ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ജേണലൈസിംഗ്. അടുത്തത് ദ എൻട്രി മെയ്ഡ് ഇൻ ദിസ് ബുക്ക് ഇസ് കോൾഡ് എ ജേണൽ എൻട്രി. അതുപോലെ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിക്ക് നമ്മൾ എന്ത് പറയും? ജേണൽ എൻട്രി എന്ന് പറയും. ഇനി എ ജേണൽ എൻട്രി ക്യാൻ ബി എ സിമ്പിൾ ജേണൽ എൻട്രി ഓർ എ കോമ്പൗണ്ട് ജേണൽ എൻട്രി. എന്താണ് പറയുന്നത്? ഒരു ജേണൽ എൻട്രി നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത എൻട്രിക്ക് പറയുന്ന പേരാണ് ജേണൽ എൻട്രി. ആ ജേണൽ എൻട്രി സിമ്പിൾ ജേണൽ എൻട്രിയും ആകാം, കോമ്പൗണ്ട് ജേണൽ എൻട്രിയും ആകാം. സിമ്പിൾ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രിയിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണർ ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അങ്ങനെയാകുമ്പോൾ അതിന്റെ ജേണൽ എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അല്ലേ? അതായത് അവിടെ ഒരു ഡെബിറ്റോ ഒരു ക്രെഡിറ്റോ വന്നിട്ടുള്ളൂ. അതാണ് സിമ്പിൾ ജേണൽ, സിമ്പിൾ എൻട്രി. അടുത്തത് കോമ്പൗണ്ട് എൻട്രി എന്തായിരിക്കും? ഒരു ഇടപാടിൽ ഒന്നിലധികം ഡെബിറ്റുകളോ ക്രെഡിറ്റുകളോ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ഡെപ്റ്റർ ഉണ്ടായിരുന്നു. ഡെപ്റ്റർക്ക് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തു, ഡിസ്കൗണ്ട് അലൗഡ് ചെയ്തു. എന്നിട്ട് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആ ഡെപ്റ്റർ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ജേണൽ എൻട്രി എഴുതുന്നത്? ഇപ്പം 15,000 രൂപയാണ് അയാൾ തരാനുള്ളത്. 5,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു. എന്നാൽ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000 നമുക്ക് കിട്ടുന്നു. 10,000 ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ആർസ് അക്കൗണ്ട്. ആറാണ് നമ്മൾ ഡെപ്റ്റർ നോക്കുക. ടു ആർസ് അക്കൗണ്ട് 15,000.
അല്ലേ? അവിടെ രണ്ട് ഡെബിറ്റുകൾ ഉണ്ടാകുന്നു. ക്യാഷ് അക്കൗണ്ട് ഉണ്ടാകുന്നു, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടാകുന്നു. ഡിസ്കൗണ്ട് അലൗഡ് എന്തുകൊണ്ടാ? നമ്മൾ അനുവദിച്ച ഡിസ്കൗണ്ട് അല്ലേ? അത് നമുക്ക് എന്താ? ഒരു എക്സ്പെൻസ് അല്ലേ? അല്ലെങ്കിൽ ഒരു ലോസ് അല്ലേ ഡിസ്കൗണ്ട് അലൗഡ്? നമുക്ക് അത് അത്ര എമൗണ്ട് കുറച്ചേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഡെബിറ്റ് ഉണ്ട്. ഇതാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നതാണ് ടൈപ്സ് ഓഫ് ജേണൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? സ്പെഷ്യൽ ജേണലും ഉണ്ട്, ജനറൽ ജേണലും ഉണ്ട്. ഇനി സ്പെഷ്യൽ ജേണൽ എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ഓഫ് എ സ്പെസിഫിക് ടൈപ്പ്. എക്സാമ്പിൾ പറയുന്നതാണ് ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ എക്സെട്ര ആർ ഫസ്റ്റ് റെക്കോർഡ്. ദീസ് ആർ ഓൾസോ റിഫർഡ് ടു ആസ് എ സബ്സിഡറി ബുക്ക്. എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ ദിവസേന ഒത്തിരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷനുകൾ നടക്കുന്ന തീയതി പ്രകാരം ജേണലിൽ റെക്കോർഡ് ചെയ്യണമെന്ന്, അല്ലേ? ഇവയൊക്കെ ഒരൊറ്റ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ പ്രത്യേകം ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഇതാണ് സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ക്രെഡിറ്റ് പർച്ചേസിനെ വേറെ രീതിയിൽ രേഖപ്പെടുത്തുന്നു, ക്രെഡിറ്റ് സെയിൽസിനെ വേറെ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നു, വേറൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് സ്പെഷ്യൽ ജേണൽ. ഇനി ഇവയെ സബ്സിഡറി ബുക്കും എന്ന് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് സ്പെഷ്യൽ ജേണൽസിനെ കുറിച്ചാണ്. ഒന്നാമത്തേത് ക്യാഷ് ജേണൽ ഓർ ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ് ക്യാഷ്, വെദർ ക്യാഷ് ഔട്ട്ഫ്ലോ ഓർ ക്യാഷ് ഇൻഫ്ലോ. ബിസിനസ്സിലെ പണവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിപ്പോ ക്യാഷ് റെസിപ്റ്റ് ആണെങ്കിലും ക്യാഷ് പേയ്മെന്റ് ആണെങ്കിലും എല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ക്യാഷ് ബുക്ക് തന്നെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മൾ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ക്യാഷ് ബുക്കും ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, പർച്ചേസ് ജേണൽ ഓർ പർച്ചേസ് ബുക്ക് ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ഓൾസോ നോൺ ആസ് പർച്ചേസ് ഡേ ബുക്ക്. അതായത് ക്രെഡിറ്റ് ഗുഡ്സ് വാങ്ങുന്ന ട്രാൻസാക്ഷനുകളെ മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുക. ക്യാഷ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്യാഷ് പർച്ചേസ് എവിടെയാണ് ചെയ്യുന്നത്? ക്യാഷ് ബുക്കിൽ. ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ആരെങ്കിലും ഫ്രം എ, എക്സാമ്പിൾ എ, അതാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? പർച്ചേസ് ജേണൽ ഓർ പർച്ചേസ് ബുക്കിലാണ്. അടുത്തത് നമ്മൾ പറയുന്നത് സെയിൽസ് ജേണൽ ഓർ സെയിൽസ് ബുക്ക് ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ട്രാൻസാക്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഓൾസോ നോൺ ആസ് സെയിൽസ് ഡേ ബുക്ക്. ക്രെഡിറ്റിൽ ഗുഡ്സ് വിൽക്കുന്ന ട്രാൻസാക്ഷനുകളാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാല് 1000 രൂപയുടെ ഗുഡ്സ് ക്രെഡിറ്റിന് വിറ്റു. ഇത് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? സെയിൽസ് ബുക്കിൽ. ഇതാണ് സെയിൽസ് ബുക്ക്. അടുത്തത് നമ്മൾ പറയുന്നതാണ് പർച്ചേസ് റിട്ടേൺ journal. It is used for recording the goods which have been returned by an organization to its supplier, also known as purchase return book or return outward book. ഇപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങളിൽ ചിലത് നമുക്ക് സപ്ലയർക്ക് തിരികെ കൊടുക്കേണ്ടി വരും, അല്ലേ? അതായത് റിട്ടേൺ ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലും ക്വാളിറ്റിയുടെ പ്രശ്നമോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വാങ്ങിയ സാധനം എന്ത് ചെയ്യാറുണ്ട്? തിരിച്ച് സപ്ലയർക്ക് കൊടുക്കാറുണ്ട്. അതിനെ പറയുന്നതാണ് പർച്ചേസ് റിട്ടേൺ. അത് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വാർഡ് ബുക്ക്. ഇവിടെ റിട്ടേൺ ഇൻവാർഡും ഉണ്ട് ഔട്ട്വാർഡും ഉണ്ട്. അത് ഓർത്തിരിക്കാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ പർച്ചേസ് വാങ്ങി നമ്മൾ പുറത്തുള്ള സപ്ലയർ പുറത്തുള്ള ആൾക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. സപ്ലയർ പുറത്തുള്ള ആളല്ലേ, ആ ഗുഡ്സ് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് റിട്ടേൺ ഔട്ട്വാർഡ് ബുക്ക് എന്ന് അറിയപ്പെടുന്നു. അടുത്ത സെയിൽസ് റിട്ടേൺ ജേണൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് വിച്ച് ഹാവ് ബീൻ റിട്ടേൺഡ് ടു ആൻ ഓർഗനൈസേഷൻ ബൈ ഇറ്റ്സ് കസ്റ്റമർ, ഓൾസോ നോൺ ആസ് സെയിൽസ് റിട്ടേൺ ബുക്ക് ഓർ റിട്ടേൺ ഇൻവാർഡ് ബുക്ക്. ഇനി നമ്മൾ കസ്റ്റമേഴ്സിന് വിറ്റ സാധനങ്ങളിൽ ചിലത് അവർ തിരിച്ച് റിട്ടേൺ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ട്രാൻസാക്ഷന് സെയിൽസ് റിട്ടേൺ എന്ന് പറയും. ആ സെയിൽസ് റിട്ടേൺ നമ്മൾ എവിടെയാ റെക്കോർഡ് ചെയ്യേണ്ടത്? സെയിൽസ് റിട്ടേൺ ബുക്കിൽ. ഇതിനെ റിട്ടേൺ ഇൻവാർഡ് ബുക്കും എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ പുറത്തേക്ക് വിറ്റ ഒരു ഗുഡ്സ്, ആ ഗുഡ്സ് തിരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരികയാണ്. റിട്ടേൺ ഇൻവാർഡ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അതുകൊണ്ട് റിട്ടേൺ ഇൻവാർഡ് ബുക്ക് എന്നറിയപ്പെടുന്നു. അടുത്ത ബിൽസ് റിസീവബിൾ ജേണൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് bills of exchange received by an entity from its customer during an accounting period, also known as bills receivable book or bills receivable day book. ബിസിനസ്സിന് ലഭിക്കാവുന്ന ബില്ലുകൾ രേഖപ്പെടുത്തുന്നതാണ് ഇതില്.
അതായത് നമ്മുടെ അടുത്ത് നിന്ന് ഒരു കസ്റ്റമർ ക്രെഡിറ്റിൽ സാധനം വാങ്ങിയിട്ട് നമുക്ക് ബില്ല് ആ കസ്റ്റമർ പറയും ഇന്ന സമയത്ത് ഇന്ന എമൗണ്ട് നമുക്ക് തരുമെന്ന് പറഞ്ഞ ഒരു ബില്ല് നമുക്ക് തരും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? അത് നമുക്ക് തരും. അത് നമുക്ക് കിട്ടാനുള്ളതാണ്. ആ പൈസ കിട്ടാനുള്ളതാണ്. അത് നമ്മൾ എവിടെയാ രേഖപ്പെടുത്തുന്നത്? ബിൽസ് റെസിവബിൾ ഡേ ബുക്കിലാണ്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ ജേണൽ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് bill of exchange accepted by an entity towards its suppliers during an accounting period, also known as bills payable book or bills payable day book. എന്താണ്? ബിസിനസ്സിന് അടയ്ക്കേണ്ട ബില്ലുകൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് എന്ത്? ബിൽസ് പേയബിൾ ബുക്ക്. ഇപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് ക്രെഡിറ്റിൽ കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നത് പോലെ നമ്മൾ സപ്ലയറുടെ കയ്യിൽ ക്രെഡിറ്റിൽ സാധനം വാങ്ങാറുണ്ട് അല്ലേ? അപ്പൊ ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആരാ? നമ്മള്. അവരൊരു ബില്ല് എന്നിട്ട് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് ഇത്രയും പൈസ നമ്മൾ അവർക്ക് കൊടുക്കാം, അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട് അല്ലേ? അതാണ് ബിൽസ് പേയബിൾ. ആ പൈസ നമ്മൾ അവർക്ക് കൊടുക്കണം. അത് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ബിൽസ് പേയബിൾ ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ജേണൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ജനറൽ ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ. സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ സബ്സിഡറി ബുക്സ് ആണ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അടുത്തത് ജനറൽ ജേണൽ. അതിന്റെ മറ്റൊരു പേരാണ് ജേണൽ പ്രോപ്പർ. ഓർത്തു വെക്കണം, ജേണൽ പ്രോപ്പർ. It is the book of original entry in which those transaction for which no special journal is maintained. എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും സ്പെഷ്യൽ ജേണലുകളിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് എന്ത്? ജേണൽ പ്രോപ്പർ ഓർ ജനറൽ ജേണൽ. ഇപ്പം പർച്ചേസ് ഓഫ് എ നോൺ കറന്റ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. ഇത് ക്രെഡിറ്റില് നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. എവിടെയെങ്കിലും നമുക്ക് ഇടാൻ പറ്റുമോ? മറ്റേ സ്പെഷ്യൽ സബ്സിഡറി ബുക്സുകളിൽ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ? ക്യാഷ് ബുക്കിൽ ഇടാൻ പറ്റില്ല, കാരണം ഇത് ക്രെഡിറ്റിലാണ്. അതേപോലെ പർച്ചേസ് ബുക്കിൽ ഇടാൻ പറ്റില്ല. പർച്ചേസ് നമ്മൾ ഇടുന്നത് ഗുഡ്സ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്? നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എവിടെയാണ് ഇത് ഇടേണ്ടത്? ജനറൽ ജേണലിൽ. അതേപോലെ സെയിൽ ഓഫ് എ നോൺ കറന്റ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. ഇത് ക്രെഡിറ്റിലാണ് എന്ന് വെച്ച് സെയിൽസ് ബുക്കിൽ കൊണ്ടിടാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഗുഡ്സുകൾ വിൽക്കുമ്പോഴാണ് സെയിൽസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നോൺ കറന്റ് അസറ്റ് എന്താ ക്രെഡിറ്റിൽ വിൽക്കുകയാണ്. ഇതെവിടെ ഇടും? അതാണ് ജനറൽ ജേണലിൽ ഇടുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ജനറൽ ജേണലുകളിൽ ഇടുന്നത് ഓപ്പണിംഗ് എൻട്രീസ്. അതായത് ഒരു അക്കൗണ്ടിംഗ് പീരീഡ് ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ ഇയറിലെ ബാലൻസുകൾ ക്യാരി ഫോർവേഡ് നമ്മൾ ചെയ്യില്ലേ? ആ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അതിന്റെ ജേണൽ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അല്ല റെക്കോർഡ് ചെയ്യാറുണ്ട്. അത് രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ജനറൽ ജേണലിലാണ്. ഇപ്പൊ ഓപ്പണിംഗ് എൻട്രീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ക്ലോസിംഗ് എൻട്രീസ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡ് കഴിയുമ്പോൾ നോമിനൽ അക്കൗണ്ടുകൾ നമ്മൾ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞു. ഇത് ഏത് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജനറൽ ജേണലിൽ. അതേപോലെ റെക്ടിഫിക്കേഷൻ എൻട്രീസ്. ഇപ്പൊ എന്തെങ്കിലും ഇററുകൾ ഉണ്ടായാൽ അത് റെക്ടിഫൈ ചെയ്യണം. അതിനുവേണ്ടിയുള്ള എൻട്രീസുകൾ പാസ് ചെയ്യണം. അത് ഏത് വഴിയാണ് പാസ് ചെയ്യുന്നത്? ജനറൽ ജേണൽ ഓർ ജേണൽ പ്രോപ്പർ. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. എന്താണ്? ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് തുടങ്ങിയ കുറെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് വഴിയാണ്? ജനറൽ ജേണൽ ഓർ ജേണൽ. അടുത്തത് നമ്മൾ പറയുന്നത് ലെഡ്ജർ ആണ്. ലെഡ്ജർ എന്ന് വെച്ചാൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രികളിൽ നിന്ന്, അതായത് ജേണൽ, സ്പെഷ്യൽ ജേണൽ തുടങ്ങിയവയിൽ നിന്ന് എൻട്രികൾ വിവിധ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതായത് ദ ലെഡ്ജർ ഇസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ഇത് ഓർത്തിരിക്കണേ. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ലെഡ്ജർ ആണ്. വേർ ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദി ജേണൽ ആർ ക്ലാസിഫൈഡ് ആൻഡ് സമ്മറൈസ്ഡ് അണ്ടർ വേരിയസ് ഹെഡ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഫസ്റ്റ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ ഓരോ അക്കൗണ്ട്സിനും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് ലെഡ്ജറിലേക്ക് മാറ്റുന്നു. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ എൻട്രി ഇൻ ദ ലെഡ്ജർ ഇസ് നോൺ ആസ് പോസ്റ്റിംഗ്. അതായത് ലെഡ്ജറിലേക്ക് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത സാധനം ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഇതിന്റെ പർപ്പസ് എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ നോയിങ് ദി ടോട്ടൽ എഫക്ട് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ അക്കൗണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിന്റെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഒരുമിച്ച് കാണിക്കും. ഇപ്പൊ ക്യാഷിനെ കുറിച്ചുള്ളത് നമ്മളൊക്കെ ക്യാഷ് അക്കൗണ്ടിൽ ഒരുമിച്ച് കാണിക്കും. പർച്ചേസിനെ കുറിച്ചുള്ളത് പർച്ചേസ് അക്കൗണ്ടിൽ ഒരുമിച്ച് കാണിക്കും. ഓർക്കണം, പർച്ചേസ് ബുക്കും പർച്ചേസ് അക്കൗണ്ടും വേറെയാണ് കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് ലെഡ്ജർ ആണ്. പർച്ചേസ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സിഡറി അല്ലെ, സബ്സിഡറി ബുക്കിൽ പറയുന്നതാണ്.
അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ക്യാഷ് ബുക്കിനെ ക്യാഷ് അക്കൗണ്ട് ആയിട്ട് പരിഗണിക്കാം എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? കാരണം എന്താ? എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതുന്നുണ്ട്. അത് നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ ഉപയോഗിക്കാം. എന്നാൽ പർച്ചേസ് ബുക്ക് ഇവിടുത്തെ പർച്ചേസ് അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പർച്ചേസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ അത് ലെഡ്ജർ ആണ്. അതിൽ ക്യാഷ് പർച്ചേസും വരും, ക്രെഡിറ്റ് പർച്ചേസും വരും, എല്ലാം വരും. നേരെ മറിച്ച് പർച്ചേസ് ബുക്ക് എന്താണ്? സബ്സിഡറി ബുക്ക്. പർച്ചേസ് ബുക്കിൽ നമ്മൾ എന്തായിരുന്നു ഉപയോഗിക്കുക? ക്രെഡിറ്റ് പർച്ചേസ് മാത്രം. അതുകൊണ്ടാണ് അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന് സിമിലർ ആണെന്ന് പറയാത്തത്. ഓക്കെ, മനസ്സിലായോ? The transaction from the journal or subsidiary book are posted to the ledger account. നമ്മൾ പറഞ്ഞതുപോലെ ജേണലിലും സബ്സിഡറി ബുക്കിലും റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനുകൾ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇനി ഈച്ച് ലെഡ്ജർ അക്കൗണ്ട് ഹാസ് ടു സൈഡ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഈ ലെഡ്ജർ അക്കൗണ്ട് നമുക്കെല്ലാം അറിയാലോ, ഒരു ടി ഷേപ്പിലാണ് അല്ലേ? അതായത് നമ്മുടെ ഇടത്ത് സൈഡ് ഡെബിറ്റും അല്ലേ, എന്താ പറയുക, റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലെഡ്ജറിനെയാണ് നമ്മൾ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് ഓർത്തിരിക്കണം, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. കാരണം ഇതിലാണ് നമ്മൾ അവസാനമായി എൻട്രികൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? പിന്നെ ഇതിന്റെ ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ ട്രയൽ ബാലൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നറിയപ്പെടുന്നത് എന്താണ്? ലെഡ്ജർ. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഏതായിരുന്നു? ജേണൽ ഓർ സബ്സിഡറി ബുക്ക് അല്ലേ? ഓർമ്മയില്ലേ? അടുത്തത് നമ്മൾ പറഞ്ഞു ബാലൻസിങ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. Balancing of ledger accounts means finding the difference between the total debit and total credit side of an account to determine the balance at the end of an accounting period. Purpose: to know whether an account has a debit balance or a credit balance and to help in preparing the trial balance. അതായത് ഒരു അക്കൗണ്ടിന്റെ മൊത്തം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റെക്കോർഡുകൾ പരിശോധിച്ച് ആ അക്കൗണ്ടിലെ ബാലൻസ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് ബാലൻസിങ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം ഓരോ അക്കൗണ്ടിലെ ഡെബിറ്റ് തുകയും ക്രെഡിറ്റ് തുകയും തമ്മിൽ താരതമ്യം ചെയ്യും. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടെത്തും. അതിനുശേഷം ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് എന്നും ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്നും കണക്കാക്കും. ഈ കുറവ് വരുന്നിടത്ത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് പീരീഡിൽ ഓപ്പണിംഗിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അക്കൗണ്ടിങ്ങിലെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയാനും അതുപോലെ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ട്രയൽ ബാലൻസ് എങ്ങനെയാണ്? ഇതിന്റെ ബാലൻസ് എടുത്തല്ലേ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ബാലൻസിങ് എന്താണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നു. സ്റ്റെപ്സ്: ടോട്ടൽ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡിനെയും ക്രെഡിറ്റ് സൈഡിനെയും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സൈഡ്സ്. എവിടെയാണ് കൂടുതൽ തുക അല്ലെ എവിടെയാണ് കുറവ്, അതിന്റെ വ്യത്യാസങ്ങൾ കണ്ടെത്തുക. ദ ഡിഫറൻസ് ഇസ് കോൾഡ് ദ ബാലൻസ്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഡെബിറ്റ് സൈഡ് ആണ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലെങ്കിൽ അവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ ക്രെഡിറ്റ് സൈഡ് ആണ് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലെങ്കിൽ അവിടെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ട്രയൽ ബാലൻസിനെ കുറിച്ചാണ്. ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ a trial balance is a statement that shows the balances of all ledger accounts, both the debit and credit, at a particular date to check the arithmetical accuracy of the books of account. Trial balance എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് അല്ല. നമ്മൾ ഇത്ര നേരം ലെഡ്ജർ അക്കൗണ്ട് ഇല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ അക്കൗണ്ട് പറയുന്നു. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് അല്ല, മറിച്ച് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബിസിനസ്സിലെ എല്ലാ അക്കൗണ്ടുകളും പരിശോധിച്ച് ശരിയായി റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതെന്തിനാണ്? ടു വെരിഫൈ ദാറ്റ് ടോട്ടൽ ഡെബിറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. അതായത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് തുകകൾ ഈക്വൽ ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ ടു ഡിറ്റക്ട് ഇറേഴ്സ് ഇൻ റെക്കോർഡിംഗ് ഓർ പോസ്റ്റിംഗ്. റെക്കോർഡിംഗ് അതായത് ജേണലിൽ റെക്കോർഡ് ചെയ്യുമ്പോഴോ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴോ വരുന്ന ഇറേഴ്സ് ഓർക്കണം. ഇതിൽ ചില ഇറേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എങ്കിലും ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാം, കുറച്ച് ഇറേഴ്സുകളെ ഡിറ്റക്ട് ചെയ്യാൻ എന്ത് പറ്റും? ട്രയൽ ബാലൻസ് വഴി സഹായിക്കും. ഇറർ ഉണ്ടെങ്കിൽ ടാലി ആകില്ലല്ലോ, ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആകില്ലല്ലോ, അതാണ് പറഞ്ഞത്. അടുത്തത് ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്? ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്ത്? ട്രയൽ ബാലൻസ്. ഇനി എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്?
all ledger balances are taken. നമ്മൾ നേരത്തെ ബാലൻസിംഗ് പഠിച്ചായിരുന്നു. എല്ലാ ഇയർ എൻഡിലും എല്ലാ ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്യും. എന്നിട്ട് ആ ബാലൻസ് എന്തിനു ചെയ്യും? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ എടുക്കും. ഡെബിറ്റ് ബാലൻസ്, എന്തിനൊക്കെയാ ഡെബിറ്റ് ബാലൻസ് വരിക? അസറ്റ്, എക്സ്പെൻസ് തുടങ്ങിയവയൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്. അവരെ എവിടെ എഴുതും? ആ റിട്ടൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ബാലൻസുകൾ എഴുതും. ഇനി ക്രെഡിറ്റ് ബാലൻസുകളെ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ക്രെഡിറ്റ് ബാലൻസ് എന്തിനൊക്കെയാ? ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ അല്ലെ തുടങ്ങിയവയൊക്കെ ക്രെഡിറ്റ് സൈഡിലും എഴുതും. ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന രീതി. ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ടോട്ടൽ മെത്തേഡും രണ്ടാമത്തേത് ബാലൻസ് മെത്തേഡും. ഈ ടോട്ടൽ മെത്തേഡ് എന്ന് വെച്ചാൽ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആർ ലിസ്റ്റഡ്. അതായത് നമ്മൾ ഒരു അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യുക? ലെഡ്ജർ അക്കൗണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ബാലൻസിങ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റിനെയും എന്താ പറയുക കൂട്ടും, ക്രെഡിറ്റിനെയും കൂട്ടും അല്ലെ? എന്നിട്ട് ഇതിന്റെ ബാലൻസ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ ടോട്ടൽ മെത്തേഡിൽ നമ്മൾ പറയുന്നത് ആ കൂട്ടിയിരിക്കുന്ന ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എടുക്കും. ഇനി അങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയെന്ന്. ഇനി ബാലൻസ് മെത്തേഡിലോ only the balances of each account are shown. അതായത് ഡെബിറ്റും ക്രെഡിറ്റും കൂട്ടിയിട്ട് ആ ഡിഫറൻസ് എവിടെയാണോ അവിടെ നമ്മൾ എഴുതും. നമ്മൾ പറഞ്ഞു ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് അല്ലേ? ആ ബാലൻസിനെ മാത്രം എടുത്ത് ചെയ്യുന്നതാണ് ബാലൻസ് മെത്തേഡ്. ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. ഏതൊക്കെയാണ്? ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും. പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എടുക്കും. ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ ഉള്ളി ബാലൻസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇത്രയാണ് ട്രയൽ ബാലൻസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. അടുത്തത് നമ്മൾ പറയുന്നത് ഇറേഴ്സ് നോട്ട് ഐഡന്റിഫൈഡ് ബൈ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ സഹായിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില ഇറേഴ്സുകൾ നമുക്ക് ട്രയൽ ബാലൻസ് വഴി കണ്ടെത്താൻ കഴിയുകയില്ല അല്ലേ? സം ഇറേഴ്സ് ഡു നോട്ട് അഫക്ട് ദ ഇക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ്. ഇവിടെ ട്രയൽ ബാലൻസ് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകുന്നത് കൊണ്ടാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തുന്നത്. പക്ഷെ ഇതിനെ ബാധിക്കാത്ത ഇറേഴ്സുകളും ഉണ്ട്. This errors cannot be detected by a trial balance. ആ ഇറേഴ്സിനെ ട്രയൽ ബാലൻസ് വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൽ ഒന്നാമത്തേതാണ് error of omission. When a transaction is completely omitted from the book, neither debit nor credit entry made. അതായത് ഒരു ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, അതായത് രേഖപ്പെടുത്താൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നും വരുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. അപ്പൊ നമുക്കത് കണ്ടെത്താൻ പറ്റുകയില്ല. ക്യാഷ് സെയിൽ ഓഫ് ₹500 നോട്ട് റെക്കോർഡഡ് അറ്റ് ഓൾ. ഈ 500 രൂപയുടെ ക്യാഷ് സെയിൽസ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലോ സെയിൽസ് അക്കൗണ്ടിലോ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം അതെന്ത് എത്തുന്നു? ട്രയൽ ബാലൻസിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്കത് കണ്ടെത്താൻ പറ്റില്ല. എറർ ഓഫ് കമ്മീഷൻ. An error of commission occurs when a transaction is recorded in the correct class of account but in the wrong individual account or for the wrong amount. അതായത് ട്രാൻസാക്ഷൻ ശരിയായ അക്കൗണ്ടിന് പകരം മറ്റൊരു അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന അല്ലേ? അവിടെ എറർ നടക്കുന്നുണ്ട്, ബട്ട് ട്രയൽ ബാലൻസ് വഴി കണ്ടെത്താൻ പറ്റില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഓഫ് 1200 പോസ്റ്റഡ് ആസ് 1020 ടു ദി സപ്ലൈസ് അക്കൗണ്ട്. 1200 നമ്മൾ 1020 എന്ന് പറഞ്ഞു കാണിച്ചു, സപ്ലയർ അക്കൗണ്ടിൽ കാണിച്ചു. അത് നമുക്ക് പിന്നെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ആ എമൗണ്ട് വ്യത്യാസം വന്നു, അത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ ആമി എന്ന വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് പണം അടച്ചു, ക്യാഷ് അക്കൗണ്ടിൽ ശരിയായി രേഖപ്പെടുത്തി. ബട്ട് ആമിക്ക് പകരം നമ്മൾ മറ്റൊരു വ്യക്തിയുടെ പേര് എഴുതി, ഇപ്പം മനുവിന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഡെബിറ്റും ക്രെഡിറ്റും അവിടെ ഈക്വൽ ആയി, വ്യക്തികളുടെ അക്കൗണ്ട് ആണ് മാറിയത്. അത് നമുക്ക് ട്രയൽ ബാലൻസ് വഴി കണ്ടെത്താൻ പറ്റില്ല. അടുത്തത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. വെൻ ആൻ എൻട്രി ഈസ് മെയ്ഡ് അഗെയിൻസ്റ്റ് അക്കൗണ്ട് പ്രിൻസിപ്പിൾ, റോങ് ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അതായത് അക്കൗണ്ടിൽ പ്രിൻസിപ്പിൾ മാറ്റി റെക്കോർഡ് ചെയ്യുന്ന ടൈപ്പ് എറർ ആണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെ റവന്യൂ എക്സ്പെൻസ് ആയി റെക്കോർഡ് ചെയ്യുക, അങ്ങനെ അതുങ്ങളെ പരസ്പരം മാറ്റുന്നത്. ഇപ്പൊ വേജസ് പെയ്ഡ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് അക്കൗണ്ട്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത വർക്കേഴ്സ് നമ്മൾ കൊടുക്കുന്ന വേജസ് നമ്മൾ എന്താക്കണം? ബിൽഡിങ്ങിന്റെ കൂടെ ചേർക്കണം അല്ലെ? അത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പൊ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാളേഷൻ ചാർജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അത് മെഷീനറിയുടെ കോസ്റ്റുമായിട്ട് കൂട്ടണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അവിടെ കൂട്ടുന്നതിന് പകരം നമ്മൾ വേജസിലേക്ക് ഡെബിറ്റ് ചെയ്തു.
ഇവിടെ വേജസിലേക്ക് ഡെബിറ്റ് ചെയ്താലും ബിൽഡിങ്ങിലേക്ക് ഡെബിറ്റ് ചെയ്താലും ക്രെഡിറ്റ് ഡെബിറ്റ് റൂളിന് വ്യത്യാസം വരികയില്ല. അതുകൊണ്ട് ട്രയൽ ബാലൻസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു എറർ ഒട്ട് നടന്നിട്ടുമുണ്ട്. അടുത്തത് കോമ്പൻസേറ്റിംഗ് എറർ. when two or more errors cancel each other's effect. രണ്ടോ അതിലധികമോ വരുന്ന എറേഴ്സ് പരസ്പരം കോമ്പൻസേറ്റ് ചെയ്തു പോയാൽ അത് കണ്ടെത്താൻ പറ്റില്ല. അതായത് an overcast of rupees 100 on the debit side and an equal overcast on the credit side. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ ഒരു 100 രൂപ കൂടുതലായി, പക്ഷെ അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ ഒരു 100 രൂപ കൂടുതലുണ്ടെന്ന് ഓർക്കുക. അത് രണ്ടും ഇറർ ആണ്. പക്ഷെ ഡെബിറ്റ് സൈഡിൽ 100 രൂപ കൂടി അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ 100 രൂപ കൂടി. അത് പരസ്പരം എന്ത് പറ്റി ടാലി ആയി പോകും അല്ലെ. ട്രയൽ ബാലൻസ് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആണ് നോക്കുന്നത്. അത് പരസ്പരം ടാലി ആയി പോകും. 100 രണ്ടിടത്തും കൂടി. അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ട്രയൽ ബാലൻസ് വഴി കോമ്പൻസേറ്റിംഗ് എറർ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അടുത്തതാണ് പറയുന്നത് errors of original entry. when a wrong amount is entered in the original books and then posted correctly on both side. നമ്മളൊരു റോങ് എമൗണ്ട് ഒറിജിനൽ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈഡിലൊക്കെയാണ് എഴുതിയത്, പക്ഷെ റോങ് എമൗണ്ട്. സെയിൽ ഓഫ് റുപ്പീസ് 900 റെക്കോർഡ് ആസ് 990 in both accounts. ബോത്ത് അക്കൗണ്ട്സിൽ നമ്മൾ ഈ എമൗണ്ട് എഴുതി, ഏത് 900ന് പകരം. അത് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ട്രയൽ ബാലൻസ് വഴി കണ്ടെത്താൻ പറ്റില്ല. ഇത്രയുമാണ് ട്രയൽ ബാലൻസ് വഴി നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത എറേഴ്സ്. ഏതൊക്കെയാണ്? എറർ ഓഫ് ഒമീഷൻ, കമ്മീഷൻ, പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് ഒറിജിനൽ എൻട്രി. മനസ്സിലായോ? സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ്സസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.